ഗിരിജേച്ചി നിർത്ത്. ആ നിർത്താം. ടൂറിസം വകുപ്പ്, കേരള സർക്കാർ. സാറേ, കാർ കയറാൻ വരട്ടെ. ഈ നിധിപ്പൊതി ഇവിടെ ഇട്ടിട്ട് സാർ എങ്ങോട്ടാ? ഹെൽത്ത് ക്ലബിലേക്ക്. എന്താ ശാന്തേടത്തിയെ ഓ ഊപ്പര് തടി നന്നാക്കാൻ പോവുകയാണെന്ന്. പോയിക്കോട്ടല്ലേ. ട്രൗസർ വിട്ട് തടി നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഈ ഏത് ഞെളിയ പറമ്പിലേക്കായാലും വേണ്ടിയില്ല. പോകുന്നതിന് മുമ്പ് നാട്ടുകാർക്ക് മണക്കാൻ താൻ കൊണ്ടിട്ട ഈ സമ്മാനപ്പതി ഉണ്ടല്ലോ, ഇതെടുത്ത് തന്റെ ഈ കിണ്ടിയിലേക്കോ ഞങ്ങളുടെ ഈ വണ്ടിയിലേക്കോ വെക്കണം. ഇതൊക്കെ പറയാൻ നിങ്ങളാരാ? എന്ത് ഞങ്ങൾ ആരാണെന്നോ? സുഖറേ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നിങ്ങളൊക്കെ അന്തിപ്പൊലിരോളം തിന്നു തുപ്പുന്ന രാവിലെ കാണാൻ ഇഷ്ടമില്ലാത്ത വേസ്റ്റ് ഇല്ലേ, അത് കോരാൻ നടക്കുന്ന പെണ്ണുങ്ങളാ. എന്തേ മനസ്സിലായോ? ഇവിടെ നിന്ന് മാഞ്ഞാലും പറയാതെ വേഗം ആ പൊതി എടുത്ത് പറഞ്ഞ പോലെ ചെയ്യാൻ നോക്ക് സാറേ. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ഇവിടെ കോശ ഊരി പൊതിഞ്ഞ് ഇപ്പൊ വേണ്ടില്ലേ? എന്തൊരു നാറ്റം! ഈ ഹമുക്കുകളൊക്കെ എന്ത് തിന്ന് കൂട്ടാണെന്റെ റബ്ബേ. തിരുവനന്തപുരത്ത് ഏതോ ബ്ലേഡാറിന്റെ പൈസയും പറ്റിച്ച് അവിടുന്ന് മുങ്ങി ഇവിടെ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് ഞങ്ങൾ കോഴിക്കോട്ടുകാരെ ഞെക്കി പിഴിയാൻ തുടങ്ങിയിട്ട് കാലം കുറേ. ഇനി തടിയാൻ പോകില്ല കേട്ടോ. വിക്രം പറഞ്ഞോ, നിങ്ങൾ ചോദിക്കും ഞാൻ പൈസ തരണം, നിങ്ങൾ ചീത്ത വിളിക്കുമ്പോ അത് കേൾക്കണം, കണക്ക് എഴുതണം, എല്ലാം നടക്കണമല്ലോ. പറയാനുള്ളത് ഈ വിക്രമം പറയും. എന്റെ ഓട്ടോറിക്ഷന്റെ RC ബുക്കും ചെക്കും മുദ്രക്കലാസും ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പലിശന്റെ പലിശയും പിന്നെ അതിന്റെ പലിശ കണക്കിന് പോയാൽ പാളയം പച്ചക്കറി മാർക്കറ്റും മാനാഞ്ചേരി സ്റ്റേഡിയം ഗ്രൗണ്ട് എല്ലാം കൂടി കെട്ടിപ്പറക്കി ഇവിടെ തിരുവനന്തപുരം കൊണ്ടുപോലോ. നീ തിരുവനന്തപുരം ഏരിയ വിടന്റെ വിക്രമ. നമ്മള് കോഴിക്കോട്ടുകാരോ? വേണ്ട, നിങ്ങൾ കോഴിക്കോട്ടുകാര്. ആരെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണല്ലോ കോഴിക്കോട്ടുകാര്. അതുകൊണ്ടാണല്ലോ വാസ്കോഡി ഗാമ ഞാനും ഒക്കെ ഇവിടെ വന്ന് ഇറങ്ങിയത്. സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ നിൽക്കല്ലേ. എന്നാ ഇത്തിപ്പോഴും ധനതത്വശാസ്ത്രം പറയാം. എക്കണോമിക്സ്. തനിക്ക് ആവശ്യം വരുമ്പോ താൻ വരുന്നു, ചോദിക്കുന്നു, ഞാൻ എൻ്റെ കയ്യിലുള്ള പണം എടുത്ത് തരുന്നു, താൻ അടവ് തെറ്റിക്കുന്നു, എന്നിട്ട് പോക്കരി തരത്തിന്റെ 18ാമത്തെ അടവെടുത്ത് താൻ എൻ്റെ തലയ്ക്ക് കടിക്കുന്നു. എന്റെ പൊന്നു വിക്രമ, ഞാനേ ഈ കോടികൾ കൊണ്ടും ലക്ഷങ്ങൾ കൊണ്ടും കളിക്കുന്ന ഒരു മുതലാളിയല്ല. ഉള്ള ചില്ലാനും നുള്ളിപ്പെറുക്കി എടുത്ത് വല്ല കച്ചവടക്കാർക്കും തന്നെപ്പോഴർക്കും തന്ന് കിട്ടുന്ന പാരിതോഷികം സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. ഒരു കാര്യം ഞാൻ പറയാം, 10,000 ഉറുപ്പ്യ നാളെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ പണ്ടാറടക്കും. എന്റെ RC ബുക്കും ചെക്കും പേപ്പറും കൂടെ മടക്കി തരാം. ഇല്ലാച്ചാ രണ്ടും കൽപ്പിച്ച ഒരു കളി ഞാൻ കളിക്കും കുറെ. പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കരണത്തടിച്ച മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന്. വല്ലപ്പോഴും ഒരു അടി ഓക്കെ, പക്ഷെ യവന്മാർ അടി നിർത്തണില്ലല്ല. ആട് കരയുടെ പോലെ തോന്നി ചന്തടത്തിയായിരുന്ന. എന്താ കിരിച്ചേ ഈ വഴിക്ക്? ഉണ്ണിത്താ മുതലാളിയെ ഒന്ന് കാണാൻ. കാണാനല്ല സുധി, ഒരു സോഡ നാരങ്ങ ഉപ്പിട്ടത് തണുത്തതായിക്കോട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? സോഡാ നാരങ്ങ വേണ്ട. സോഡാ നാരങ്ങ വേണ്ടെന്നാ ഞാൻ പറയാൻ വന്നത്. വേണ്ട. എന്താ വന്നേ? അത് ശാന്തേടത്തേക്ക് ഒരു 10,000 ഉറുപ്പിയുടെ അത്യാവശ്യം. ശാന്തേടത്തേക്ക് കാശോ? എന്റെ ഗിരിജ ഇന്നാളൊരിക്കൽ മോന് ഓട്ടോറിക്ഷ വാങ്ങിക്കാന്നും പറഞ്ഞ് ഇവിടെ വന്നു, കണ്ടു, കീഴടക്കി, കാശ് കൊണ്ടുപോയി. പക്ഷെ അതൊരു ഒരു പോക്കായിപ്പോയി. കാശുമില്ല, പലിശയില്ല. അതുകൊണ്ട് എനിക്ക് ശാന്തനിക്കൊക്കെ കാശില്ല. വന്ന് എന്റെ സ്ഥിതി വളരെ മോശമാണ്. ചീത്തവിളി, ഭീഷണിപ്പെടുത്തല്, തിരുവനന്തപുരത്തുകാരനാക്കല്. ഞങ്ങളുടെ മോട്ടോർ ലച്ചയുടെ ബുക്കും കടലാസും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലൊരു മോട്ടോർ ലച്ചയുടെ ബുക്കും കടലാസും എന്നെ ചീത്ത വിളിച്ചിട്ട് ഇറങ്ങിപ്പോയത്. ശാന്തി കടലാസൊക്കെ കടലാസ. 1000 ഉറുപ്പ്യ, 500 ഉറുപ്പ്യ, 100 ഉറുപ്പ്യ ഒക്കെ കടലാസാ. പക്ഷെ അതിൽ ഈ മഹാത്മാവിന്റെ തലയുണ്ട്. അതാ അതിന്റെ വില. അത് കയ്യിലില്ലേ, നമ്മളൊക്കെ ബുദ്ധിമുട്ടുകാരാ, കഷ്ടപ്പാടുകാരാ. നിങ്ങളും ഞാനും മാത്രമല്ല, അമേരിക്കക്കാർ വരെ കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല. സാമ്പത്തിക മാന്യം. എന്തൊക്കെയായാലും ഗിരിജ ഒരു ആവശ്യമായിട്ടോടെ വന്നിട്ട് മുഖം വാടി ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. എന്റെ അമ്മയെ പോലെ ഒരമ്മ അപ്പൊ വേദനിപ്പിച്ച് പറഞ്ഞയക്കാൻ പാടില്ല. മുകളിലൊരാളുണ്ടല്ലോ, ഞാൻ തരാം, പക്ഷെ ഗിരിജ ഏറ്റോളണം. അത് ഉണ്ണിത്താ മുതലാളിയുടെ മനുഷ്യത്വം എന്ന് മതി. ശാന്തയെടുത്തി ഒരു തായത്തിന് വെറുതെ കളയുന്നേ. എന്നാ പിന്നെ പോയിട്ട് വാ. ഗിരിജെ വരുമ്പോ ചെക്കും മുന്തിര കടലാസ് കൊടുക്കാൻ മറക്കും.
ഉപ്പ് പോരല്ലോടോ. എടോ, ഉപ്പിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ ഉപ്പ് സത്യാഗ്രഹം എന്താന്ന് പഠിക്കണം. പഠിക്കാം. ഇനിയാ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. നിർത്ത്. ഇത്രക്ക് സങ്കടം വേണ്ട. അപ്പൊ ഇങ്ങനല്ലേ പറയേണ്ടത്? കഥ ഇത് തന്നെ. ഇത്ര ഓവറാവണ്ടാന്ന്. ശരി, കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ആ, ഈ ലെവലിൽ പോയാ മതി, അല്ലെങ്കിൽ ഈ പൊളിഞ്ഞു. എടോ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഇത്ര നേരം കോർപ്പറേഷൻ ഓഫീസിന്റെ വാതിക്ക് ഞാൻ കാശുമായിട്ട് നിൽക്കുക. ഇപ്പൊ ഇവിടെ എന്റെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്യാടോ. കാശ് അത്യാവശ്യമാണ്, ഇങ്ങോട്ട് പോവാ. അല്ല പിന്നെ അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? നിങ്ങളുടെ കയ്യിൽ 30 ലക്ഷം രൂപയുണ്ട്. അതിവിടെ നിക്ഷേപിക്കണം. അതിനുള്ള പലിശ മാസാമാസം നിങ്ങൾക്ക് കിട്ടണം. അത് തന്നെയാണല്ലോ എന്റെ തൊഴില്. ആളുകൾ എനിക്ക് പണം കൊണ്ടു തരുന്നു, ഞാനത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഒരിടനിലക്കാരൻ പണം തരുന്നവരോട് ഇക്കാലം വരെ ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതെന്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇൻകം ടാക്സ് ഓഫീസ് നടത്തല്ലോ, അതിന്റെ സോഴ്സ് എന്താ കേൾക്കാൻ. പക്ഷേ നിങ്ങളോട് ഞാൻ ചോദിക്കും, എന്തൊരു കുടുംബശ്രീക്കാർ കള്ളനോട്ടടി വല്ലതും തുടങ്ങിയ, അല്ലെങ്കിൽ ഇത് എവിടുന്ന് കിട്ടിയത്? എന്റെ കുട്ടികളുടെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലല്ലോ. ആവശ്യത്തിന് സ്വത്തും മുതലും ഒക്കെ ഉള്ള കുടുംബത്തിലായിരുന്നു. ഞങ്ങൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചവരായതുകൊണ്ട് അദ്ദേഹം മരിച്ചപ്പോ എനിക്കും മക്കൾക്കും ഒന്നും തരില്ല എന്ന് പറഞ്ഞു. അവകാശപ്പെട്ടത് മണ്ണായിട്ടോ പണമായിട്ടോ കിട്ടാൻ എനിക്ക് കോടതി പോവേണ്ടി വന്നു. വിധിയായി എനിക്ക് അനുകൂലമായിട്ട്. എന്നാ പിന്നെ വല്ല ബാങ്കിൽ വിട്ടൂടെ? എന്തിനാ ഇവിടെ? എന്റെ ബുദ്ധിമുട്ടുകളിലൊന്നും ഒരു ബാങ്കും സഹായിച്ചിട്ടില്ല. അതിനൊക്കെ ഉണ്ണിത്താ മുതലാളി ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ടും മുതലാളി തന്നെയാ ഞങ്ങളുടെ ബാങ്ക്. പിന്നെ പലിശയായിട്ട് 1 ഉറുപ്പിക കൂടുതൽ കിട്ടുകയാണെങ്കിൽ എനിക്കും എന്റെ മക്കൾക്കും അതല്ലേ വലുത്. ഒരു ചക്രം, ശ്രീപത്മനാഭന്റെ ഒറ്റ ചക്രം, അത് ലക്ഷ്മി ദേവിയ. മുന്നിൽ വന്ന തട്ടിക്കളയാൻ പാടില്ല, ബഹുമാനിക്കണം. പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, പണം ഇരുതല മൂർച്ചുള്ള ഒരു ബ്ലേഡാ. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നന്നാവാനും നാശമാവാനും അത് മതി. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ, എല്ലാത്തിനും രേഖകൾ വേണം. മുദ്രപത്രത്തിൽ എഗ്രിമെന്റ് എഴുതി 2 കൂട്ടരും ഒപ്പിടണം. സാക്ഷികളും വേണം. 1 കോപ്പി ഇവിടെ വയ്ക്കും, 1 കോപ്പി നിങ്ങൾക്ക് തരും. എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ഇവിടെ വന്ന് പലിശ കൈപ്പറ്റാം. ഇനി ഗിരിജയുടെ കൈ കൊണ്ട് ഐശ്വര്യമായിട്ടൊരു കെട്ടെടുത്ത് ഇങ്ങോട്ട് വന്നാട്ടെ. അമ്മേ മഹാലക്ഷ്മി, ശ്രീപത്മനാഭ കാത്തോളൂ. ഉണ്ണിത്താൻ ചേട്ടൻ ഒന്ന് വീട്ടിൽ കൊണ്ടുവരണം. അതെ, എന്റെ വണ്ടിയാകുമ്പോ നിങ്ങളുടെ ആൾക്കാർ വഴി തടഞ്ഞു നിർത്തി ഊതാൻ പറയും. ഇതാകുമ്പോ പ്രശ്നമില്ല, സൗകര്യമില്ലയോ? ആ സരളെ, ഉണ്ണിത്താൻ ചേട്ടൻ എന്താ വേണ്ട ചേർത്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ കാര്യമായിട്ടൊന്നും വേണ്ട, അറിയാലോ. എന്റെ ഗ്ലാസ് വെള്ളം ചേട്ടാ, ഞാൻ ഈ കാക്കിക്കുള്ളിൽ നിന്ന് ഇറങ്ങട്ടെ, പെട്ടെന്ന്. വലിയ തിരക്കൊന്നുമില്ല, പതുക്കെ വന്നാ മതി. ഓ, ഓ, 2 ദിവസമായിട്ട് വെളിയില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. അതെ, പുള്ളിക്കാരന്റെ അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ആകെ കൂടി ഒരു തിരക്കായിരുന്നു. ആ, പോയി. മൂക്കുത്തില്ലാത്തൊരു രസമില്ല. അതാരാ പൊട്ടിച്ചത്? കൊള്ളൻ. അതുകൊണ്ടല്ലേ കല്ല് വെച്ച മൂക്കുത്ത് തന്നെ വേറെ വാങ്ങിച്ചത്. ആളാന്റണി സാറല്ലേ? അത് പിന്നെ ഒരു കച്ചിത്തുറുമ്പ് കിട്ടിയാ പിന്നെ എല്ലാം മാറ്റി പുറത്തെടുക്കാതെ പുള്ളിക്കാരൻ അടങ്ങുമോ? ആ ശരി ശരി, ഞാൻ വിളിക്കാം. ശരി. അല്ല, ഇതുവരെ തുടങ്ങിയില്ലേ? തുടങ്ങല്ലേ? എന്താ പ്രശ്നം? ഏതോ ഹവാല തട്ടി കനോലി കനാലിൽ പൊങ്ങി എന്റെ പൊല്ലാപ്പ. സിറ്റിയിലെ ഹവാല പിള്ളേരെ ആവുന്നതും പൊക്കി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നുണ്ട്.
ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ ഇടപാടാ. പക്ഷേ ഇപ്പൊ അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് 3-4 പെണ്ണുങ്ങളില്ല, കുടുംബശ്രീക്കാര്. അവരെ റിമാൻഡ് ചെയ്തിരിക്കാം. എന്തു പറ്റി ഉണ്ണിത്താ ചേട്ടാ? എന്തു പറ്റി? ഞാനേ ഹവാലായിക്കകത്ത് മുങ്ങിപ്പോയി. ദേ ഇത് 4 ഉണ്ട്, ബാക്കി 2. ഇത് എന്ത് ചെയ്യണം? അത് അതവിടെ ഇരുന്നോട്ടെ. വൈകുന്നേരം ഒരു പാർട്ടിക്ക് മറിക്കാനുള്ളത്. സരളയ്ക്ക് ഓർക്കണമെങ്കിൽ എഴുതിയാ മതി. എനിക്കെല്ലാം മനക്കണക്കാ. കമ്പ്യൂട്ടർ തോറ്റു. ഇതെല്ലാം കൂടി വീട്ടിൽ കൊണ്ട് വെച്ച് എപ്പോഴാ അങ്ങേര് കണ്ടുപിടിക്കാന്നറിയില്ല. എന്റെ സരളക്കുട്ടി ഒരു ദിവസം കണ്ടുപിടിക്കും, അത് ഉറപ്പാ. അപ്പോ വെക്കപ്പിച്ച ശമ്പളവും 3/4 ചക്രം കിമ്പളവും കിട്ടുന്ന ഒരു സാധാ SI ഏമാന് എങ്ങനെയാ അത്രയും വലിയ വീടും സൗകര്യം ഉണ്ടായത്? അങ്ങോട്ട് ചോദിക്കണം. ഈ പുതിയ മൂക്കുത്തിയും കമ്മലും മാലയും വളയും അരഞ്ഞാണോ ഒക്കെ അങ്ങേര് വാങ്ങിച്ചെന്നാണെന്ന് മുഖത്ത് നോക്കി ചോദിക്കണം. എല്ലാം അറിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ വേണ്ടാന്ന് പറഞ്ഞാലോ? പറയല, ബുദ്ധിയുള്ള ഒരുത്തരും പറയല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ ഇരിക്കല്ലയോ, ഈ ഉണ്ണിത്ത മുഴുവനായിട്ട് ഇരിക്കല്ലയോ? മിച്ചം വരുന്ന എന്റെ പണം സൂക്ഷിക്കുന്നതിന് ഞാൻ ഇത്രയൊക്കെ തന്നാ പോരായോ? ആരാ നോക്ക? അയ്യോ അങ്ങേരാ. ഹലോ, ഞാനിവിടെ ഷോപ്പിംഗ് മാളിലുണ്ട്. നാളെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ശരി, ഞാൻ ഇപ്പൊ വരാട്ടോ. അങ്ങേര് തിരുവനന്തപുരത്ത് നിന്ന് വന്നു. താക്കോൽ എന്റെ കയ്യില. അതൊരു മാതിരി മറ്റടുത്ത് ഏർപ്പാടായി പോയല്ലോ. ഉച്ചയ്ക്ക് 2 എണ്ണം വീശിയിട്ട് ഊണും കഴിഞ്ഞ് ചൂടും പറ്റി ഒന്ന് മയങ്ങാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പെണങ്ങാതെ. ഞാനിപ്പൊ പോയാൽ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്.